ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖന പഠനത്തിൻ്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വളരെ പരിമിതമായ വ്യാഖ്യാനമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശ്വാസം സ്നേഹത്തിലൂടെ എപ്രകാരം പ്രകടമാക്കപ്പെടുന്നു എന്നാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശ്വാസം പ്രവൃത്തിയിലൂടെ എങ്ങനെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. യാക്കോബ് ഈ ഭാഗത്ത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 4:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം, ഈ വേദഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന വിശ്വാസത്താലുള്ള രക്ഷയുടെ നേരെ എതിർന്യായമല്ല യാക്കോബ് പറയുന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയ ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താലാണ് ഒരു പാപി നീതീകരിക്കപ്പെടുകയും ദൈവമുമ്പാകെ സ്വീകാര്യമായ ഒരു നിലപാട് തനിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ യാക്കോബ് അത് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷയുടെ പ്രതിഫലനം എന്ന് പറയുന്നത് തൻ്റെ രക്ഷ പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതാണെന്ന് പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുമ്പോൾ വെയർഫോർ വർക്കൗട്ട് ദ സാൽവേഷൻ വിച്ച് ഈസ് ഇൻ യു, നിങ്ങളിലുള്ള രക്ഷയെ പ്രവർത്തിപ്പീൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്രിസ്തീയ വിശ്വാസിയും വിശ്വാസത്താലാണ് രക്ഷ പ്രാപിച്ചത്, പ്രവൃത്തിയാൽ അല്ലെന്ന് എഫേസ് ലേഖനം 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ പ്രവൃത്തിയിൽ, അതായത് അവൻ്റെ ജീവിതത്തിലുള്ള മാറ്റം മറ്റുള്ള ആളുകൾക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ അവൻ്റെ രക്ഷയെ ആളുകൾ സംശയിക്കുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് നമ്മൾ വാക്കിനാൽ മാത്രമല്ല പ്രവൃത്തിയാലും നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറായിക്കണം എന്ന് പറയുന്നു. യാക്കോബ് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള വിശ്വാസം വാസ്തവത്തിൽ ക്യാൻ ഫെയ്ത്ത് സേവ് ഹിം, ഇങ്ങനെയുള്ള വിശ്വാസം ഒരുവനെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ രക്ഷയില്ലെന്നല്ല യാക്കോബ് പറയുന്നത്. ക്യാൻ ദാറ്റ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് സേവ് ഹിം, അപ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ അത്തരത്തിൽപ്പെട്ട വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, നിർജ്ജീവമായ വിശ്വാസം എന്നതിൻ്റെ ശരിയായ അർത്ഥം. വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലൈഫ് ഫെയ്ത്താണ്, ജീവനുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച ഒരു ദൈവപൈതൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വാക്കിനാൽ മാത്രമല്ല പ്രവൃത്തിയാലും കൂടെ തൻ്റെ രക്ഷയെ തെളിയിക്കണം അല്ലെങ്കിൽ വെളിപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും 14 മുതൽ 16 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നത് വിശ്വാസം പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്നു എന്നാണ്. പ്രവൃത്തിയിലേക്ക് നയിക്കാത്ത വിശ്വാസം നിർജ്ജീവമായ വിശ്വാസം എന്ന് യാക്കോബ് ഇവിടെ എടുത്തു പറയുന്നു. വാസ്തവത്തിൽ ഷോ മീ യുവർ ഫെയ്ത്ത് വിത്തൗട്ട് യുവർ വർക്ക്സ്, അത് പ്രവൃത്തി കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണെന്ന് അതിൻ്റെ അർത്ഥം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പിശാചുകൾക്കും ഒരു കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. അപ്പം ഈ ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? യാക്കോബ് ചോദിക്കുകയാണ്. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചതുകൊണ്ട് പ്രയോജനമില്ല. വിശ്വാസം രക്ഷയിലേക്ക് നയിക്കുന്നതും ആ രക്ഷ പ്രവൃത്തിയിലേക്ക് തെളിയിക്കപ്പെടുന്നതും ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഭൂതാത്മാക്കളും വിശ്വാസം പ്രകടിപ്പിച്ചുള്ള പല തെളിവുകളും വേദപുസ്തകത്തിനകത്തുണ്ട്. ഇവിടെ അതല്ല വിഷയം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ രക്ഷയുടെ പ്രകടന പത്രിക രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൽപ്രവൃത്തിയിൽ കൂടെ വെളിപ്പെട്ടു വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യാക്കോബ് നമ്മുടെ ശ്രദ്ധയെ
പഴയ നിയമത്തിലെ അതിപ്രധാനമായ രണ്ട് സംഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് വിശ്വാസം പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കപ്പെടുന്നത് എന്നതിലേക്ക് തെളിയിക്കുകയാണ്. ആദ്യമായി അദ്ദേഹം പറയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 22:1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാം വാസ്തവത്തിൽ തനിക്കൊരു മകനില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു പൈതലില്ലായിരുന്നു എന്നുള്ള നമുക്കറിയാം. എന്നാൽ ദൈവം അബ്രഹാമിനോട് ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തു. വാഗ്ദത്തം ചെയ്ത ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി കടൽക്കലിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായി അബ്രഹാമിനോട് അരുളി ചെയ്ത ഈ വലിയ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു. ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം അവർ നീതിയായി കണക്കിടപ്പെട്ടു. വാസ്തവത്തിൽ അബ്രഹാം രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല. അബ്രഹാം രക്ഷിക്കപ്പെട്ടത് ജീവനുള്ള ദൈവം അവന് നൽകിയ വാഗ്ദത്ത വചനത്തെ വിശ്വസിച്ച് അതിനെ അനുസരിച്ചതാണ്. അപ്പോൾ എവിടെയും വേദപുസ്തകം പറയുന്നത് കൃപയാൽ വിശ്വാസത്താലാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം നാം വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിടപ്പെടുകയും അത് അവനെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ ആ വിശ്വാസം ഒരു പടിയും കൂടെ കടന്നിട്ട് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതായത് ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ദൈവം ഉൽപ്പത്തി പുസ്തകം 20 ആവശ്യപ്പെടുമ്പോൾ യാതൊരു സംശയവും കൂടാതെ ഒരു പതർച്ചയും കൂടാതെ അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി മോറിയ മലയിൽ അവനെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിച്ചത് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചുകൊണ്ടാണ്. അബ്രഹാമിന് 100 വയസ്സ് പ്രായം, സാറായിക്ക് 90 വയസ്സ് പ്രായം. മൃതാവസ്ഥയിലായ ശരീരത്തിൽ നിന്ന് ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിഞ്ഞ ദൈവത്തിന് ഇസ്ഹാക്ക് എരിഞ്ഞ് ചാമ്പലായാൽ ആ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് അവനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും എന്ന് ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അനുസരണമായി പ്രവൃത്തിയിലൂടെ പ്രകടമായത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെയും അനുസരണത്തിലൂടെയും പ്രകടമാകുമ്പോഴാണ് വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണെന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അത് ചെയ്യേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പഠിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവിടെ നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചു. ആ അനുസരണം വിശ്വാസത്തിൻ്റെ അനുസരണമായിരുന്നു. ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു. അവൻ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയമലയിൽ ചെന്നു. യാഗപീഠം പണിത് വിറകതിന്മേലെടുക്കി അതിന്മേൽ കൈകാലിൽ കെട്ടി അവനെ അതിൽ അർപ്പിച്ചു. ഇസ്ഹാക്ക് മരിച്ചില്ല എന്നുള്ളത് ശരിയാണ്. അവന് പകരമായി ഒരു ആട്ടുകൊറ്റൻ കൊല്ലപ്പെട്ടു. അപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശ്വാസത്തിൻ്റെ അനുസരണം പ്രവൃത്തിയിൽ വെളിപ്പെട്ടപ്പോൾ അക്ഷരീകമായി അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചതായിട്ടാണ് ദൈവം അംഗീകരിക്കുന്നത്. എന്താണെന്നറിയാമോ? യാഗത്തിൻ്റെ കത്തി അല്ലെങ്കിൽ അറുക്കുവാനുള്ള കത്തി അവൻ്റെ കഴുത്തിൽ വെച്ചപ്പോൾ ദൈവം തടസ്സപ്പെടുത്തിയെങ്കിലും അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അനുസരണം പ്രവൃത്തിയിൽ വെളിപ്പെട്ടപ്പോൾ ആ വിശ്വാസം ജീവനുള്ളതും അനുസരണമുള്ളതും യഥാർത്ഥമായതും ദൈവത്തെ കൺവിൻസ് ചെയ്യുന്നതുമായ വിശ്വാസമാണെന്ന് ദൈവത്തിന് മനസ്സിലായി എന്ന് നമ്മൾ പഠിക്കുന്നു. ഇത് വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാലുള്ള അനുസരണത്തിലൂടെ വിശ്വാസം പ്രാവർത്തികമാക്കുകയാണ് അബ്രഹാം ചെയ്തത്. ഇനി രണ്ടാമത്തെ ദൃഷ്ടാന്തം യോശുവയുടെ പുസ്തകം 2:6 മുതൽ 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ പറയപ്പെടുന്ന റാഹാബ് എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസമാണ്. റാഹാബ് നാം വായിക്കുന്നു, വിശ്വാസത്തിൽ അവള് ഈ റാഹാബ് ഒരു പാപിനിയായ സ്ത്രീയാണ്. വളരെ പച്ചയായി പറഞ്ഞ ഒരു വേശ്യ സ്ത്രീയാണ്. യെരിഹോവിലാണ് അവൾ പാർത്തു വന്നത്. നാശത്തിൻ്റെ പട്ടണത്തിലാണ് പാർത്തു വന്നത്. ആ പട്ടണത്തെ ഇസ്രായേലിയർ പിടിച്ച് അടക്കാനായിട്ട് പോവുകയാണ്. യെരിഹോവിൻ്റെ മതിലുകൾ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പാകെ നിബന്ധിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ആ പാപിനിയായ ഈ സ്ത്രീയെ
വാസ്തവത്തിൽ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തിനോട് വിശ്വസിച്ചു. ഈ ഒറ്റുകാരായ ആളുകൾ അവളുടെ വീട്ടിൽ ചെല്ലും മുമ്പ് തന്നെ അവൾ വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവൾ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. ഈ സ്ത്രീ അല്ലെങ്കിൽ രാഹാബ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ ക്രിസ്തുനാഥൻ്റെ വംശാവലിയിൽ സ്ഥാനം പിടിച്ചൊരു മാതാവായിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വലിയ മാതാക്കളിൽ ഒരാളായിട്ട് രാഹാബിനെ നമ്മൾ വായിക്കുന്നു. 5 സ്ത്രീകളാണ് ആ വംശാവലിയിലുള്ളത്. രാഹാബ്, താമാർ, ബത്സേബ, രൂത്ത്, മറിയം. അതിൽ രാഹാബാണ് ആദ്യം സ്ഥാനം പിടിക്കുന്നത്. അവൾ യേശു ക്രിസ്തുവിൻ്റെ വലിയ മാതാക്കളിൽ ഒരാളായി മാറ്റപ്പെടുകയാണ്. ഒറ്റുകാർ അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്ന വിശ്വാസത്താൽ അവരെ ആ വീട്ടിൽ കൈക്കൊള്ളുകയും അവരെ ഒളിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അത് അവളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ട് എന്നവൾ പറയുന്നു. നമ്മുടെ വിശ്വാസം, വാട്ട് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഡു വി ഹാവ്? നമുക്ക് എങ്ങനെയുള്ള വിശ്വാസമാണുള്ളത്? ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ ഫെയ്ത്ത്? പ്രായോഗികമാകുന്ന വിശ്വാസമാണോ? ഓർ ജസ്റ്റ് എ പ്രൊഫസിങ് ഫെയ്ത്ത്? വിശ്വാസമെന്ന് മാത്രം അഭിമാനിക്കുന്ന വിശ്വാസമാണോ? അപ്പോൾ വിശ്വാസം എന്ന് അഭിമാനിക്കുന്ന വിശ്വാസം സ്ഥായിയായതും ദൈവസേനയിൽ നിലനിൽക്കുന്നതുമായ വിശ്വാസമല്ല. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം. പ്രവൃത്തിയിലൂടെ വെളിപ്പെടുമ്പോൾ ഇവിടെ വായിക്കുന്നു, അവൾ ഒറ്റുകാരെ സ്നേഹത്തോടെ വീട്ടിൽ കൈക്കൊണ്ടു, അവരെ ഒളിപ്പിച്ചു. ആ പട്ടണത്തിൽ വരാൻ പോകുന്ന നാശത്തിൽ അവരോടുകൂടെ നശിക്കാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ ആ വിശ്വാസത്തെ നിർജീവ വിശ്വാസമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബ് പറയുന്നത്. അനേക പ്രൊഫസിങ് ക്രിസ്ത്യൻസ് ഉണ്ട്. തങ്ങൾ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ പ്രവൃത്തിയും അവർ കൺഫസ് ചെയ്യുന്ന വിശ്വാസവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. നമ്മുടെ കർത്താവ് എപ്പോഴും വിശ്വാസം പ്രാവർത്തികമാക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവായിരുന്നു. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ വരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്നേഹം ക്രിസ്തു നിമിത്തം അത് വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. 24-ാം വാക്യം വാസ്തവത്തിൽ ഈ പറയപ്പെടുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലുള്ള വെളിപ്പെടലിൻ്റെ ഒരു സംഗ്രഹമാണ്. ഫെയ്ത്ത് ദാറ്റ് ഡസ് നോട്ട് ലീഡ് ടു വർക്ക്സ് ഈസ് നോട്ട് സേവിങ് ഫെയ്ത്ത്. ശരിയായ പ്രവൃത്തിയിലേക്ക് നമ്മളെ ആനയിക്കാത്ത വിശ്വാസം അത് സത്യവിശ്വാസം അല്ലെന്നാണ് പറയുന്നത്. എന്തറിയാമോ? അനേക ആളുകൾ ഇന്ന് ക്രൈസ്തവ ലോകം മുഴുവൻ ധാരാളം വിശ്വാസികളുണ്ട്. ബട്ട് ആർ ദേ ഓൾ റിയലി ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്? അവരെല്ലാവരും വാസ്തവമായി കർത്താവിൽ വിശ്വസിച്ചവരാണ്. അവർ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ പ്രവൃത്തിയിലൂടെ അവർ അവനെ നിരാകരിക്കുകയും ചെയ്തു, തള്ളിക്കളയുകയും ചെയ്യുന്നു. തീത്തോസ് 1:14 അത് നമ്മൾ വായിക്കും. ദേ പ്രൊഫസ് ദാറ്റ് ദേ നോ ഗോഡ് ബട്ട് ഇൻ വർക്ക്സ് ദേ ഡിനൈ ഹിം. അവരെ വിശ്വാസമുള്ളവരാണെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും പ്രവൃത്തിയിൽ അത് വെളിപ്പെടുത്തുന്നില്ല. സൽപ്രവൃത്തികൾ നാം ശുഷ്കാന്തിയുള്ള ജനമായിരിക്കേണ്ടതിനാണ് ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം രക്ഷിച്ച് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുമ്പോൾ 2 കൊരിന്ത്യർ 13:5 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നമ്മൾ പ്രവർത്തിക്കേണ്ട സമയത്ത്, ഒരഗതിയെ കണ്ടാൽ അവനോട് കരുണ തോന്നേണ്ട സമയത്ത്, ബുദ്ധിമുട്ടുള്ളവന് ഒരു കൈത്താങ്ങൽ നൽകേണ്ട സമയത്ത്, അതുപോലെ തന്നെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരാളെ അവൻ വല്ലതും വേണമെന്ന് ചോദിച്ചിട്ടല്ല, അവനെ മനസ്സിലാക്കി അവൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയായി വരും. ഇപ്പം ഇന്നലെ രാത്രി എന്നെ ആരോ കൂട്ടത്തോടെ വാട്സാപ്പിൽ റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്ത വിശ്വാസികൾ, എനിക്ക് എൻ്റെ ലിസ്റ്റിനകത്ത് വിശ്വാസികളേ ഉള്ളൂ. അവരെ വാസ്തവത്തിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റിപ്പോർട്ട് ചെയ്തതിനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തു വാട്സാപ്പ്. എന്താണെന്നറിയാമോ? ഈ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയ ക്രൈസ്തവ ലോകത്തിനൊരു പക്ഷെങ്കിൽ ഇനി മലയാള ക്രൈസ്തവ ലോകത്തിന് ഒരിക്കലും സംഭാവന ചെയ്യാൻ സാധ്യതയില്ലാത്ത അതികരുത്തനായ ദൈവത്തിൻ്റെ ദാസൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവരുടെ തൻ്റെ മാസ്റ്റർ പീസ് പ്രസംഗമായ 4 അർദ്ധരാത്രികൾ എന്ന് പറഞ്ഞ മെസ്സേജ് അതെൻ്റെ ഓർമ്മയിൽ എനിക്ക് കാണാപ്പാടമാണ്.
അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘനാളുകൾ സഹകരിച്ച ഒരാളെന്ന നിലയിൽ ഒരക്ഷരം പോലും വിടാതെ ഞാനത് പ്രസംഗിക്കുമായിരുന്നു അന്ന്. ഇന്ന് പൊതു ശുശ്രൂഷകൾ എനിക്ക് ഇല്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കവല പ്രസംഗങ്ങളിൽ ധാരാളം ഉപയോഗിച്ചുള്ളതാണ്. ഇന്നും എൻ്റെ ഓർമ്മയിൽ അതുണ്ട്. ഓർമ്മയുടെ സ്മൃതി വെള്ളത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചത് ഒരു വാക്കുപോലും നഷ്ടപ്പെടുത്താതെ ഞാൻ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ചരിത്രത്തിൻ്റെ അർദ്ധരാത്രി, അതിൻ്റെ പകുതി ഭാഗം ഞാൻ പോസ്റ്റ് ചെയ്തു. 1,95,000 പേരത് വായിച്ചു. ഏകദേശം 250 ആളുകൾ ഷെയർ ചെയ്തു. 1000-ഓളം ആളുകൾ ലൈക്ക് ചെയ്തു. അപ്പോൾ ആർക്കോ ഒരു അസ്വസ്ഥയുണ്ടായി. രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഇന്നലെ രാത്രി ഞാൻ പോസ്റ്റ് ചെയ്തു. ഉടനെ എന്നെ ആരോ റിപ്പോർട്ട് ചെയ്തു. ആരാധനയ്ക്കറിയാൻ വയ്യ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അതിൻ്റെ പിറകിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഷൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തെന്നായിരിക്കും അവർ ചിന്തിച്ചേക്കുന്നത്. എനിക്ക് ഷൈൻ ചെയ്യാനല്ല. ഈ മലയാളക്കരയിൽ ഒരു പ്രഭാഷകനും ചെയ്യാൻ കഴിയാത്ത വിധം ക്രിസ്തുവിനെ ഉയർത്തിയ മനോഹരമായ സന്ദേശം ആരെങ്കിലും ഒരാളെങ്കിലും അത് കേട്ടിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അത് വായിച്ചിട്ട് അത് മുഖാന്തരം എൻ്റെ രക്ഷിതാവും കർത്താവുമായ കൃഷ്ണൻകുട്ടി പ്രസംഗിച്ച കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ അവസരമുണ്ടാകുമെങ്കിൽ എന്നാഗ്രഹിച്ചാണ് ഞാനത് ചെയ്തത്. ആർക്കോ അസൂയാലുകൾക്ക് പ്രയാസമുണ്ടായി. അവരെല്ലാം കൂടി കുറേ പേര് റിപ്പോർട്ട് ചെയ്ത് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ റെസ്ട്രിക്ഷൻ മാറുകയുള്ളൂ. അത് നോക്കിക്കോണം. ദൈവത്തിൻ്റെ വചനം മറ്റുള്ള ആളുകൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിന് ഞാനൊരു മുഖാന്തരമായി തീർന്നാൽ അതിൽ പോലും അസൂയ കൊണ്ട് റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുക, എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുക. എന്ത് അസ്വസ്ഥതയാണ് നമ്മിൽ ചില ആളുകൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പ്രൊഫസിങ് ക്രിസ്ത്യൻസ് ആണോ അതോ ജെനുവിൻ ക്രിസ്ത്യൻസ് ആണോ എന്ന് നമുക്കറിയാൻ കഴിയും. ഇത് ഒരു കുറ്റാരോപണമായി പറഞ്ഞല്ല. ഒരുവൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ എങ്ങനെ വെളിപ്പെടുന്നു? അപ്പോൾ ഒരുവൻ്റെ വിശ്വാസം, കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഇല്ല, അദ്ദേഹം നിത്യതയിലാണ്. എന്നാൽ താൻ പ്രസംഗിച്ച പ്രസംഗം ജീവിക്കുന്നു. ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ആ നല്ല സ്മരണ കൊടുക്കുമ്പോൾ ആളുകൾ അത് കേൾക്കട്ടെ, വായിക്കട്ടെ, ധന്യരായി തീരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ആളുകളിൽ ആരെങ്കിലും ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ വായിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ കൈക്കൊള്ളാൻ അവസരമുണ്ടാകട്ടെ. അതാണ് എൻ്റെ നിർവ്യാജമായ ആഗ്രഹം. ഒരു എപ്പിസോഡ്, അതായത് ഒരു സെഗ്മെൻറ്റ് എൻ്റെ ഓർമ്മയിൽ നിന്ന് അത് ടൈപ്പ് ചെയ്ത് മലയാള ഭാഷയിലെ അക്ഷരപ്പിശകൾ എഡിറ്റ് ചെയ്ത് ഇത് ഞാൻ ടൈം ലൈനിൽ ഇടുമ്പോൾ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ സമയം വരെ അതിൻ്റെ പിറകിൽ അധ്വാനമുണ്ട്. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു മണിക്കൂറിനാണ് ശമ്പളം കിട്ടുന്നത്. 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇതൊരു നേഴ്സസിനൊക്കെ $140-150 ഒക്കെ ഡോളറുണ്ട്. അതിൽ കൂടുതൽ വാങ്ങിക്കുന്നവരുമുണ്ട്. 1 മണിക്കൂറുണ്ട്. 7 മണിക്കൂർ ഞാൻ അമേരിക്കൻ സാലറി കിട്ടിയില്ല. 7 മണിക്കൂറിൻ്റെ വിലപ്പെട്ടതല്ലേ. ആ 7 മണിക്കൂർ കഠിനാധ്വാനം ചെയ്താണ് ആ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ എന്നോട് 1-2 പേര് വാട്സാപ്പിൽ ചോദിച്ചിരിക്കുക, സഹോദരനായി ഇതൊക്കെ ചെയ്യുന്നതെന്ന്. വല്ല ചിലവുള്ള കാര്യമാണോ? ഞാൻ എൻ്റെ മേശപ്പുറത്തിരുന്ന് മരികയിരുന്ന് കമ്പ്യൂട്ടറിൽ ഞാൻ തന്നെ ഇത് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുന്നതിന്. അപ്പോൾ ചിലക്ക് സഹിക്കാൻ വയ്യ. എന്നറിയാമോ ഞാൻ പറഞ്ഞത്? നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടണം. ഇപ്പോൾ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി മരിച്ചു മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആളുകൾ ആരും എന്നെ വിളിച്ച് ഒരു വേർഡ് ഓഫ് അപ്രീസിയേഷൻ പോലും പറയാൻ ഇന്ന് ഇവിടെങ്ങും ആരുള്ള എനിക്കറിയാൻ വയ്യ. അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാനത് പ്രതീക്ഷിച്ചതുമില്ല. എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം താൻ പ്രസംഗിച്ച ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്വന്തം മഹത്വത്തിനായിട്ടുമല്ല ചെയ്യുന്ന, കർത്താവിന് വേണ്ടിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞറിയാമോ, റിപ്പോർട്ട് അടിക്കുക. ഇപ്പോൾ പറഞ്ഞത് ഇതുപോലെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ ആണ് നമ്മൾ വാസ്തവത്തിൽ ആളുകളുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് ശോധന ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം ജെനുവിനാണെങ്കിൽ അത് പ്രവൃത്തിയിൽ വെളിപ്പെടും. അത് പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യത്തെ സ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു വിശ്വാസി അവനെന്ത് ചെയ്യാൻ പറ്റും? അവന് വാസ്തവത്തിൽ ദൈവഭയമുള്ളവനായിരിക്കും. തൻ്റെ വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തു തനിക്കുള്ള വിശ്വാസം, അത് അനുഗ്രഹീതമായ നിലയിൽ പ്രവൃത്തി പദത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കും. അപ്പോൾ ആളുകൾ മനസ്സിലാക്കും ഇവൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവൻ. ഈ നഥനയേലിനെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇൻഡീഡ് ഹി ഈസ് ആൻ ഇസ്രലൈറ്റ് ആൻഡ് ഇൻ ഹിം ഈസ് നോ ഗൈൽ. അവനിൽ കപടമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ എഫേസ് ലേഖനം 2:8 8 മുതൽ 10 വാക്യങ്ങൾ
പൗലോസ് സംഗ്രഹിച്ചിട്ടുണ്ട്. 3 മേഖലയിലായിട്ടാണ് അത് സംഗ്രഹിച്ചിരുന്നത്. 1, ദ വർക്ക് ഗോഡ് ഡസ് ഫോർ അസ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അത് നമ്മുടെ ആത്മരക്ഷയാണ്. 2, ദ വർക്ക്സ് ദാറ്റ് ഗോഡ് ഡസ് ഇൻ അസ്, ദൈവം നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അത് നമ്മുടെ സാന്റിഫിക്കേഷൻ, അതായത് ശുദ്ധീകരണമാണ്. 3, ദ വർക്ക് ദാറ്റ് ഗോഡ് ഡസ് ത്രൂ അവർ ലൈഫ്, ദൈവം നമ്മിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അത് നമ്മുടെ സർവീസസ് ആണ്, അല്ലെങ്കിൽ സൽപ്രവൃത്തികളാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. എഫേസ്യർ 2:8 മുതൽ 10 വാക്യങ്ങൾ. ദ വർക്ക് ദാറ്റ് ഗോഡ് ഡസ് ഫോർ അസ് ഈസ് സാൽവേഷൻ, the works that God does in us is our sanctification, and the work that God does through our life is our services which leading us into glorification. ഇതാണ് സൽപ്രവൃത്തിയെക്കുറിച്ച് അപ്പോസ്തലൻ അവിടെ സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഉള്ള ഈ വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ വിശ്വാസം എപ്രകാരം പ്രവൃത്തിയിൽ വെളിപ്പെടുന്നു. യഥാർത്ഥ വിശ്വാസിച്ചവനാണെങ്കിൽ അവൻ്റെ വിശ്വാസം ജീവനുള്ളതാണ്, നിർജീവമല്ല. നിർജീവമല്ലെങ്കിൽ അത് ചലനാത്മകമാണ്, അത് പ്രവർത്തിക്കുന്നതാണ് എന്ന് യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ പരിസമാപിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത സെഗ്മെൻറ്റിൽ 3-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.